ഗൈസ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മളിത് അടുത്ത വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പം ഇന്ന് നമ്മളെ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം പോകുമ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ കാറിലൊക്കെ ഇരുന്ന് അപ്പോൾ ഞങ്ങൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് ഉമ്മയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ ഇതാ ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഷോപ്പിൽ നിന്ന് വരാൻ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം 1:45 നേരത്താണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പിന്നെ വീടിൻ്റെ അടുത്തുള്ള ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം നടക്കുന്നത്. അതിനെ കൊണ്ട് എത്തിപ്പെടാൻ അധികം ബുദ്ധിമുട്ടായിട്ടില്ല. വേഗം തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കയറുകയാണ്. അപ്പം 2:30 ആകുമ്പോഴത്തേക്ക് പെണ്ണുമായിട്ട് വീട്ടിൽ കയറണം കേട്ടോ. അപ്പം അപ്പോഴത്തേക്ക് അവരിറങ്ങും. അപ്പോൾ നമ്മളെത്തിയപ്പോഴത്തേക്ക് അവർ ഫോട്ടോഷൂട്ടിലേക്ക് ഇരുന്നു കേട്ടോ. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഈ ഹാളിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ബിരിയാണിക്ക് ആയിരുന്നു. ഇത് അച്ഛനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് അവൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാൻ്റെ വേറൊരു ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളും കൂടിയിട്ട് അങ്ങനെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുത്തെ ചേട്ടൻ്റെ അമ്മേനെയും അതുപോലെ തന്നെ എല്ലാവരും അറിയാം കേട്ടോ. അച്ഛനൊക്കെ അറിയാം. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് കയറുകയാണ്. അപ്പം കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു 2:30 ആകുമ്പോഴത്തേക്ക് പെണ്ണിനെ വീട്ടിലേക്ക് കയറ്റണം. അപ്പം കാരണം പെണ്ണ് മലപ്പുറത്തുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് വന്ന ആൾക്കാർക്കൊക്കെ അവരെ വീടും കാര്യങ്ങളൊക്കെ കാണും വേണം. പിന്നെ അവിടെ ചെറുതായിട്ട് ഒരു റിസപ്ഷൻ അല്ല, ജസ്റ്റ് വീട് കാണലുണ്ടാവില്ല, ആ ഒരു പരിപാടി പോലെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വേഗം ഫോട്ടോസൊക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സെക്ഷൻസായിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കേട്ടോ. കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറുതായിട്ട് പരിപാടി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളിതാ വേഗം വന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. കാരണം ലാസ്റ്റത്തെ ബാച്ച് ആൾക്കാരാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് കല്യാണ ചെക്കനും പെണ്ണുകൂടി നമ്മളൊപ്പം തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ സൈഡ് ഡിഷായിട്ട് അച്ചാറും അതുപോലെ തന്നെ തൈരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കനിക്ക് നല്ല പണി കൊടുത്തിട്ടുണ്ട്. കാരണം ആളെ ബിരിയാണിയിൽ ഫുള്ളും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരം ചേട്ടനോടൊക്കെ സംസാരിച്ചു വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ തിരിച്ചത് കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളിതാ ഉമ്മാക്ക് ഗ്യാസിൻ്റെ ഇപ്പം എന്തോ റെഡിയാക്കേണ്ടതുണ്ടല്ലോ, കൈ വെക്കണമല്ലോ. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ കാറിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ പോയി. പിന്നെ നേരെ ഞങ്ങൾ വിംസ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഉപ്പുണ്ട് കേട്ടോ. അപ്പം ആദ്യം അവർ വീട്ടിലാണ് അറിഞ്ഞ ടൈമിൽ വീട്ടിൽ പോകാനായി നമ്മൾ വിചാരിച്ചിട്ട് പിന്നെ ജസ്റ്റ് വിളിച്ചു നോക്കിയപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞപ്പം പിന്നെ വേഗം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആഷിക്കുന്നതാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ പേര്. അപ്പം അവൻ്റെ ഉപ്പാക്ക് സുഖമില്ലാണ്ടായിട്ട് കുറേ ആയി ഇങ്ങനെ കാലിനാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ലീവാക്കിയതുകൊണ്ട് തന്നെ പിന്നെ അവിടെയും കൂടി കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഉപ്പാനൊക്കെ കണ്ട് ഫ്രണ്ടിൻ്റെ വൈഫിനോടൊക്കെ സംസാരിച്ചിട്ടോ. പിന്നെ സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് പിന്നെ ഞങ്ങൾ വരാൻ ജസ്റ്റ് ഒരു ലൈനിൽ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചും ഞാനും ഒക്കെ കൂടി എല്ലാവരും കൂടി കുടിക്കുകയാണ്. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെതാ ഞങ്ങൾ വീട്ടിലേക്ക് ഇനി പോകാൻ നിൽക്കാണ്ടോ. അപ്പോൾ പോകുന്ന വഴിക്കിൽ വീട്ടിലേക്ക് ചൂലും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഇതാ ഹിക്കാൻ്റെ ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ പോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ കാറ് നിർത്തിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് വീഡിയോയിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം തന്നെയായിരുന്നു. പിന്നെ ഇതാ രാത്രിക്കൊക്കെ ഫുഡ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഫ്രിഡ്ജിൽ ഇതാ മീൻ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അത് ഞാൻ ഫ്രൈ ചെയ്യാണ്. പിന്നെ പരിപ്പും കറി പിന്നെ റൈസ് കുക്കറിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ. 5 ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇലയൊക്കെ ഞാൻ കാണിച്ചത്. അതൊക്കെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ. ഇലയൊക്കെ കണ്ട കേക്ക് നല്ലോണം അടിയിലേക്കുണ്ട്. പക്ഷേ അടിയിലേക്ക് ചെറുതായിട്ട് മാത്രമേ കേട്ടോ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മുന്തിരിയും അതുപോലെ തന്നെ
ചുവപ്പ് മുന്തിരിയും പച്ചമുന്തിരിയും പിന്നെ മാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ മീൻ പൊരിച്ചതും അതുപോലെ തന്നെ കറിയൊക്കെ കൂടി കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ രാത്രി നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഇതാ ഏട്ടൻ്റെ കുട്ടികളൊക്കെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം റേഞ്ച് ആയതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ്സിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നിൽക്കാനുള്ളതാണ് ചോര കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് കറി ആക്കുകയാണ് കേട്ടോ. ചിക്കൻ കറി ആക്കിയായിരുന്നു താത്ത. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കരിമ്പും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ കരിമ്പും കഴിക്കുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഇതാ മക്കളെല്ലാവരും പുറത്താണ് കേട്ടോ. അപ്പം ഞാനും താത്തയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർത്തമാനം ടോമാഞ്ചറിന്റെ സംഗീതകുമാർ പറയുന്ന ഓരതുണ്ടല്ലോ, അങ്ങനെ പിന്നെ ഇതാ സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഐസ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഐസുകാരൻ വന്നപ്പോൾ എല്ലാവർക്കും ഓരോ ഐസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓറഞ്ച് ഫ്ലേവർ ചെയ്യുന്നു കേട്ടോ. കുറച്ചെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ അതിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഈ പിസ്ത വാങ്ങിയതൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അതൊന്നും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ സച്ചു അതും കൊണ്ട് ഇങ്ങനെ ആർക്കെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് നോക്കുക. എല്ലാ ദിവസവും നമ്മൾ മാക്സിമം ഷോർട്സ് ഇടാൻ നോക്കലുണ്ടോ. കാരണം വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആവാത്തതുകൊണ്ട് തന്നെ ഷോർട്സും കാര്യങ്ങളും നമ്മൾ പരമാവധി ഇടുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ഇതാ ഏട്ടൻ്റെ വൈഫും മക്കളൊക്കെ വരികയാണ് കേട്ടോ. കാരണം രാത്രി ഇവിടുന്നാണ് നമ്മൾ തറവാട്ടിൽ നിന്ന് ഫുഡൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മൂത്ത ഏട്ടനും വൈഫും മക്കളും ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ കാച്ചും ഇതൊക്കെ കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ താത്തയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ കറി അതുപോലെ തന്നെ തേങ്ങാച്ചോറൊക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചൂടിൻ്റെ കാര്യം പറയാനുണ്ടോ, കാരണം നമ്മൾ അതൊക്കെ പറയുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് റിച്ചുവിനോട് കറിവേപ്പില പറിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ചിക്കൻ കറി വറവിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ കറി. പിന്നെ ചിക്കൻ പാർട്സും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അടുക്കളയിൽ ഇങ്ങനെ നിന്ന് കളിക്കുമ്പോൾ കുറച്ച് സ്ട്രെസ് കൂടുതലാണ്. അവരുടെ അടുത്തേക്ക് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് ചെറിയ കുട്ടികളും അവരെ ഷോൾഡറിലാണ് കേട്ടോ കയറി കളിക്കുന്നതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ പാർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ടിരുന്ന് കഥയും കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നെ വെയിറ്റ് ചെയ്യാണ്. ഇക്ക എത്തിയിട്ടുണ്ടായിരുന്നില്ല, സാജിക്ക എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാ സാജിക്ക വന്ന് പിന്നെ ഇതാ ഹിക്കും സെലിക്കാക്കിയാണ് ഇനി എത്താനില്ല. അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവർ മേപ്പാടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ ഫുഡ് വിളമ്പാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിരിക്കുന്നത് കാരണം സമയം 9:30 ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ പപ്പടം അതിൻ്റെ അടുത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊരിച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ആണുങ്ങളെല്ലാവരും കൂടിയിട്ട് നിലത്തിരിക്കുകയാണല്ലോ, പായൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് പരിപാടി ഉണ്ടെങ്കിലും മാക്സിമം നിലത്താണ് കേട്ടോ ഇരിക്കൽ. പിന്നെ നമ്മളിതാ മുകളിലേക്കും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ 2 വയറ്റ് അവിടെ കുട്ടികളും അതുപോലെ തന്നെ എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ വിശേഷം. പിന്നെ അന്ന് രാത്രി തന്നെ എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. താത്തയും കുട്ടികളും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും